ഹായ് ഓൾ, വെൽക്കം ടു അച്ചൂസ് ഡിസൈൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാലക് പറാത്തയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഇത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കിയതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഗോതമ്പ് മാവാണ്. ഇവിടെ ഞാൻ 2.5 ഗ്ലാസ് ഗോതമ്പ് മാവ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ്സാണ് ഞാൻ അളവ് ഗ്ലാസ്സായിട്ട് എടുത്തിട്ടുള്ളത്. അടുത്തത് നമുക്ക് വേണ്ടത് പാലക് ചീരയാണ്. പാലക് ചീര മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി നല്ല വൃത്തിയാക്കി നമ്മൾ ചീര അരിയുന്ന അതേ രീതിയിൽ തന്നെ അരിഞ്ഞതാണ് ഇത്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്. അത് നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഇത് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും പാലക് ചീരയും ഗോതമ്പ് മാവിൽ നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുക്കാം. ഇത് ഞാൻ നോർമൽ വാട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തി എങ്ങനെ കുഴയ്ക്കുന്നോ അതേ രീതിയിൽ തന്നെ ഇതിനെ കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ കുക്കിംഗ് ഓയിൽ തന്നെയാണ് ഒഴിക്കുന്നത്. അപ്പോൾ എണ്ണ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഒരു പാത്രം വെച്ച് അടച്ച് ഒരു അരമണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമ്മുടെ മാവ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പറാത്ത ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ മാവ് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു, ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ചെറുതായിട്ട് ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ചപ്പാത്തിയുടെ വലുപ്പത്തിൽ തന്നെ എടുത്താൽ മതി. അപ്പോൾ അതേ രീതിയിൽ ഞാനിവിടെ കുറേ ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതേ രീതിയിൽ ഉരുളകളാക്കി എടുക്കുക. ഇനി നമുക്ക് പറാത്ത ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഇതേ വലുപ്പത്തിലൊരു ഉരുള എടുത്തിട്ടുണ്ട്. ഇതേ രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് പൊടി ഇത്തൊട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇത് ചപ്പാത്തി രീതിയിലല്ല ചുടുന്നത്. അപ്പോൾ ശക്കല ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത്രയും വലുപ്പത്തിൽ നമ്മൾ പരത്തി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ ഇതേ രീതിയിൽ സൈഡിൽ ഇതേ രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. കണ്ടല്ലോ. അപ്പോൾ ഇതേ രീതിയിൽ ഇത് മാവിനെ ഇതുപോലൊന്ന് ആക്കി കൊടുത്തിട്ട് അകത്തേക്ക് കയറ്റി വെച്ച് അങ്ങ് പരത്തി കൊടുക്കുക. ഇനി നമ്മൾ ഇതേ രീതിയിൽ തന്നെ പൊടിയിൽ തൊട്ട് ചപ്പാത്തി പരത്തുന്ന അതേ രീതിയിൽ നമ്മൾ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പറാത്ത ഉണ്ടാക്കാൻ, വളരെ എളുപ്പം. നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ നന്നായിട്ടൊന്ന് നൈസാക്കി പരത്തിയെടുക്കുക. ഇനി നമുക്കിതിനെ ചുട്ടെടുക്കണം. അപ്പോൾ ഇവിടെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ പരത്തി വെച്ച പറാത്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, മേളിൽ ഇങ്ങനെ ബബിൾസ് വരുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റിയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് മറിച്ചിട്ട് കൊടുക്കുകയാണ്.
നമുക്കിതിൽ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ. ഇതുപോലൊന്ന് ജസ്റ്റ് ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. അപ്പം മറിച്ചിട്ടും ഇതേ രീതിയിൽ തന്നെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പറാത്ത ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പറാത്ത ഉണ്ടാക്കാൻ. വളരെ എളുപ്പമല്ലേ? അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനോടൊപ്പമുള്ള കുഞ്ഞ് ബെൽ ബട്ടനോട് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ഞാൻ അശ്വതി. ടേക്ക് കെയർ. ബൈ.